സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വരെയുള്ള സർവ്വ പ്രവാചകന്മാരും അവരുടെ സമുദായങ്ങൾ മുഴുവനും നാളെ പടച്ചറപ്പിന്റെ കോടതിയിൽ നിൽക്കുമ്പോ അല്ലാഹുവിന്റെ മലക്കുകളതാ അവിടുന്നൊരു സിംഹാസനം കൊണ്ടുവരികയാണ്. മനോഹരമായ ഒരു സിംഹാസനം, കണ്ടാ കൊതി തോന്നുന്ന, കണ്ടാ അത്ഭുതം തോന്നുന്ന മനോഹരമായ ഒരു സിംഹാസനം ഇങ്ങനെ കൊണ്ടുവരികയാണ്. എല്ലാവരും അതിലേക്ക് നോക്കുകയാണ്. ആർക്കുള്ളതാ പടച്ചവനെ? ആ സിംഹാസനം ആർക്കുള്ളതാണ്? പ്രവാചകന്മാർക്കുള്ളതാണോ? അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരേ ആ സിംഹാസനം ആർക്കുള്ളതാ നബിയോ? പ്രവാചകന്മാർക്കുള്ളതാണോ? മുത്തുനബി പറഞ്ഞു, അല്ല സഹാബ, സുഹദാക്കൾക്കുള്ളതാണോ? അല്ല സ്വഹാബ, പിന്നെ ആർക്കുള്ളതാ നബിയോ? ആ മനോഹരമായ സിംഹാസനമുണ്ടല്ലോ, മനോഹരമായ സിംഹാസനമുണ്ടല്ലോ, അതാർക്കുള്ളതാ നബിയേ? അതിന്റെ അവകാശികൾ ആരാ നബിയേ? നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് അതാ ഒരു സ്വർണത്തിന്റെ മനോഹരമായ സിംഹാസനമുണ്ടല്ലോ, അത് നാളെ പടച്ചറപ്പിന്റെ കോടതിയിലേക്ക് കൊണ്ടുവരികയാണ്. അതിലെല്ലാവരും ഇരിക്കാൻ ആഗ്രഹിക്കുന്നു, അതിലെല്ലാവരും ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനകത്തിരിക്കുന്ന മനുഷ്യനാരെന്നറിയുമോ? ആ സിംഹാസനത്തിന്റെ അവകാശിയാരെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുന്നു, സ്വഹാബ അൽ മുതഹാബൂന ഫില്ലാഹ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നാളെ എല്ലാവരും അല്ലാഹുവിന്റെ കോടതിയിൽ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നു. ആദം നബി മുതൽ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള സർവ്വ പ്രവാചകന്മാരും അവരുടെ അനുയായികളും എല്ലാവരും അല്ലാഹുവിന്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു സിംഹാസനം കൊണ്ടുവന്നിടുകയാണ്. മനോഹരമായ സിംഹാസനം. അത് കാണുമ്പോൾ എല്ലാവർക്കും അതിലൊന്നിരിക്കാൻ, അത് അല്ലാഹുവേ എനിക്കൊന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് എല്ലാവരും ആഗ്രഹിച്ചു പോകുന്നു. മുത്തുനബിയോട് സഹാബത്ത് ചോദിച്ചു, നബിയെ അത് പ്രവാചകന്മാരുടെ ഇരിപ്പിടമാണോ? അല്ല, അത് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പോരാടിയ ബദറിലും മുഹദിലും ഹന്തക്കിലും ഖൈബറിലും തബൂക്കിലും യർമൂക്കിലും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പോരാടി വീരമൃത്യു വരിച്ച ശുഹദാക്കൾക്കുള്ളതാണോ? മുത്തുനബി പറഞ്ഞു, അല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ആ സിംഹാസനം ആർക്കുള്ളതാണെന്നറിയുമോ? അല്ലാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിച്ച രണ്ട് കൂട്ടുകാർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറഞ്ഞ നബി മുഹമ്മദ് മുസ്തഫ. ആ സിംഹാസനം ആർക്കുള്ളതാ? അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ച രണ്ട് കൂട്ടുകാർക്കുള്ളതാ. അല്ലാഹു ആ സിംഹാസനം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രയും ദൂരം സഞ്ചരിച്ച് തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരത്തിങ് ഉടുപ്പിയുടെ ഈ നാട്ടിലേക്ക് ഞാൻ കടന്നു വന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സിംഹാസനത്തിൽ ഒരിടം എനിക്ക് കിട്ടുന്നതിന് വേണ്ടിയാ. അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ച കൂട്ടുകാരിൽ അല്ലാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അങ്ങനെയുള്ള കൂട്ടുകാരിൽ നമ്മളെ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 2020 നമ്മളിലേക്ക് കടന്നു വന്നു. ആ 2020 ഒന്നാമത്തെ രാത്രിയിലാണ് ഞാൻ നിങ്ങളും ഒരുമിച്ച് കൂടിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സർവ്വ പോരായ്മകളും അല്ലാഹു അവൻ്റെ കരുണ കൊണ്ട് അല്ലാഹു പുറത്തു മാപ്പാക്കി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം ഞാൻ നിങ്ങളുടെ നാളെ അല്ലാഹുവിൻ്റെ മുന്നിൽ രക്ഷപ്പെടുന്ന ഒരു കൂട്ടുകാരനാകാൻ വന്നതാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ കൂട്ടുകാരൻ നിങ്ങളോട് ഒരു നന്മ പറഞ്ഞു തരികയാ. ഇന്നത്തെ രാത്രി വരെ 2020 ജനുവരി മാസം 1-ാം തീയതി ഇശാ നമസ്കാരം കഴിഞ്ഞു. രാത്രി 10:13 ഈ സമയം വരെ നിന്റെ ജീവിതത്തിൽ ചെയ്ത സർവ്വ പാപങ്ങൾ, കള്ളുകുടിച്ചോ, വ്യഭിചരിച്ചോ, പലിശ തിന്നോ, കഞ്ചാവടിച്ചോ, മയക്കുമരുന്നടിച്ചോ, നീ എന്തു പാപം ചെയ്തവനാകട്ടെ, ഇന്നത്തെ രാത്രി വരെ നിന്റെ ജീവിതത്തിൽ 20, 25, 30, 35, 40, 45, 50, 55 വയസ്സ് വരെ പ്രായമുള്ളവർ ഈ സദസ്സിലുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നത്തെ ഈ നിമിഷം വരെ ചെയ്തു പോയ സർവ്വ പാപങ്ങളും കഴുകിക്കളയാൻ ആഗ്രഹമുള്ള എല്ലാവരും ഒന്ന് കൈവക്കിക്കേ. ഇന്ന് വരെ ജീവിതത്തിൽ ചെയ്ത സർവ്വ പാപങ്ങളും എന്താ പരകയ്യന്മാരുണ്ടാ? പൊക്കണമെങ്കിൽ നല്ലതുപോലെ പൊക്കിക്കോ. ചിലപ്പോൾ ഇതിൻ്റെ പേരിലായിരിക്കും ചിലപ്പോൾ നമ്മൾ രക്ഷപ്പെടുന്നത്. റോഡിൽ കിടന്ന ഒരു കല്ലെടുത്ത് കളഞ്ഞാൽ സ്വർഗം ഉണ്ടെന്ന